ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ് നമ്മുടെ മാജിക് ബുക്ക് പ്രാക്ടീസുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ബുക്ക് എന്തിനെ കുറിച്ചിട്ടാണ്, നമ്മൾ എന്താണ് ഇനി വരാനുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എല്ലാം. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ വെറുതെ സർഫസ് മാന്തുകയല്ല. നമ്മൾ ഈ ബുക്കിലൂടെ ഭയങ്കര ഡീപ്പായിട്ട് നമ്മുടെ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫ്, അപ്പോൾ ഓത്തർ പറഞ്ഞ പോലെ, റോണ്ട ബൈൻ പറഞ്ഞ പോലെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, കരിയർ എല്ലാം ഓക്കെ നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് നമ്മൾ ഈ ബുക്കിലൂടെ പഠിക്കാൻ പോകണം. അപ്പോൾ ഒഫീഷ്യലി ചാപ്റ്റർ 1 തുടങ്ങിയിട്ടില്ല, ഇൻട്രൊഡക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും കുറച്ച് ഭാഗം ഇൻട്രൊഡക്ഷൻ്റെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യണതിന് മുന്നേ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ചെയ്തെടുത്ത് എന്തിനാണ് നമ്മളിത് ചെയ്യണത് എന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ വഴിയുണ്ട്. അതിനുള്ള സമയം മാറ്റി വയ്ക്കുക. കുറേ നെഗറ്റീവ് ന്യൂസും വേറെ നെഗറ്റീവ് പരിപാടികളൊക്കെ റീൽസൊക്കെ നോക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കുറച്ചും കൂടെ പോസിറ്റിവിറ്റിയിലേക്ക് മാറാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ. ഓക്കെ, ഈ മാജിക് ബുക്ക് പ്രാക്ടീസിലൂടെ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന യാതൊരു സംശയമില്ല. ഈ ബുക്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഇത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോമിങ് മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ 2026 ഒരു ബെസ്റ്റ് ഇയർ ആക്കാൻ ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേറ്റ് ഒരു റിമൈൻഡറും കൂടെ, ഇതൊരു പെയ്ഡ് ക്ലാസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 1000 2000 കൊടുത്തിട്ട് ഒരു പെയ്ഡ് സെഷനിൽ ഇരിക്കുന്ന അത്രയും അറ്റൻഷനോട് കൂടെ ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ നോക്കുക. കാരണം സ്ത്രീകളാണെങ്കിൽ കുക്കിംഗ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ വേറെ ഡ്രൈവിങ് ചെയ്യണ സമയത്തൊക്കെ കേൾക്കാൻ നോക്കുക ഇത്. അപ്പോഴേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഡീപ്ലി ഇൻഗ്രെയിൻഡ് ആവുള്ളൂ. ഓക്കെ, ഒരു പ്രാവശ്യം കേട്ടുവിടാനുള്ള സാധനം അല്ല അത്. ഞാൻ പറഞ്ഞു മോട്ടിവേഷണൽ ക്ലാസ് അല്ല ഇത്, ഒരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പാണ്. നമ്മൾ പെയ്ഡ് വർക്ക്ഷോപ്പിൽ എത്രത്തോളം അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കും, നമ്മൾ നോട്ട്സ് എഴുതും, നമ്മൾ അതിൻ്റെ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യും, അതേപോലെ നിങ്ങളിത് ചെയ്യാം. ഓക്കെ, അതെൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലെസൺ പറയുന്നത് ബ്രിങ് ദ മാജിക് ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, no matter who you are, no matter where you are, no matter what your current circumstances, the magic of gratitude will change your entire life. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് തരം ചൈൽഡ്ഹുഡ് ആയിരുന്നെങ്കിലും, ഓക്കെ, ദരിദ്രനായിരുന്നു, സമ്പന്നനാണോ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, ജോലിയുണ്ടോ, ജോലിയില്ലേ, ഒറ്റയ്ക്കാണോ, കുടുംബത്തിലാണോ, ഓക്കെ, നിങ്ങളൊരു കുഗ്രാമത്തിലാണോ, സിറ്റിയിലാണോ, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം, ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തായാലും മെച്ചപ്പെടും. ഗ്യാരൻറ്റിയാണ്, അത് ഓണറിൻ്റെ ഗ്യാരൻറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറേ വർഷങ്ങൾ മുമ്പ് എഴുതിയ ബുക്കാണ്. അപ്പോൾ അവർക്ക് ഈ പ്രാക്ടീസസ് ഉപയോഗിച്ചിട്ട് അവരുടെ ജീവിതം മാറിയവരുടെ ലെറ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓതറിന്. അതുകൊണ്ടാണ് ഈ ഓതർ ഇത്രയും സ്പഷ്ടമായിട്ട് പറയുന്നത്. കാരണം അതിൻ്റെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഐ ഹാവ് റിസീവ്ഡ് ലെറ്റേഴ്സ് ഫ്രം thousands of people in the worst imaginable situations who have changed their lives completely by practicing gratitude. I have seen miracles take place in health where there seemed to be no hope. I have seen marriages saved, broken relationships transform into magnificent relationships. I have seen those in total poverty become prosperous, and I have seen people in depression catapult to joyful, fulfilling lives. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വളരെ എന്താണ് ദാരുണമായ ഒരു അവസ്ഥയാണ്, നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കര മോശമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ അവർക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവർക്കും കൂടെ, ബെഡ് റിഡൺ ആയവർക്കും കൂടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ കൂടെ അവർക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ട്, ഓടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര മിറാക്കുലസ് ആയിട്ട് ട്രാൻസ്ഫോം ആയി അവർ ഭയങ്കര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന കപ്പിൾസ് ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ടെസ്റ്റിമോണിയൽസ് ആണ് ഈ ഒരു ഇതിൽ പറയുന്നത് ഓതർ. ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ മാജിക്കലി ടേൺ യുവർ റിലേഷൻഷിപ്സ് ഇൻടു ജോയ്ഫുൾ മീനിങ്ഫുൾ റിലേഷൻഷിപ്സ് നോ മാറ്റർ വാട്ട് ദ സ്റ്റേറ്റ് ദേ ആർ ഇൻ നൗ. ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ miraculously make you more prosperous so that you have the money you need to do the things you want to do. It will increase your health, bring a level of happiness beyond what you have ever felt before. Gratitude will work its magic to accelerate your career, increase success, bring about your dream job, whatever it is you want to do.
In fact, whatever it is that you want to be, do, or have, gratitude is a way to receive it. The magical power of gratitude turns your life into gold. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് തൊട്ടതെല്ലാം പൊന്നാവണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, എസ്പെഷ്യലി പണത്തിൻ്റെ കാര്യത്തിൽ, പൈസ കാര്യത്തിൽ ഞാൻ കുറേ പേര് ഇത് അപ്ലൈ ചെയ്തിട്ട് അവരുടെ ജീവിതം തന്നെ വേറൊരു ലെവലിലേക്ക്, ഓക്കെ, വാടകയ്ക്ക് താമസിച്ചിരുന്നവർ, ഓക്കെ, 5-6 മാസം കൊണ്ട് സ്വന്തമായൊരു വീടെടുത്തു. ഒരു വീടല്ല, 3-4 വീടുകൾ പ്രൈം സിറ്റിയിൽ, പ്രൈം ലൊക്കേഷനിൽ വാങ്ങിയവരുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം പ്രാക്ടീസ് ചെയ്തു. അവർക്കുള്ള കാര്യങ്ങൾക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾക്കും കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 8 മണിക്കൂർ നിങ്ങളുടെ ഉറക്കത്തിനായി സ്പെൻഡ് ചെയ്തു, 8 മണിക്കൂർ ജോലിക്കായിട്ട് മാറ്റി വയ്ക്കുന്നു, ബാക്കി 8 മണിക്കൂർ ഓൺലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അതും ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ആലോചിച്ചു, അവൾ എങ്ങനെ എന്തിനു പറഞ്ഞു, എന്നെ എന്തിനിങ്ങനെ കുറ്റം പറയുന്നു എന്നൊക്കെ ആലോചിച്ച് നമ്മൾ സമയം പാഴാക്കാതെ ആ സമയം മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര സമാധാനം, സന്തോഷമായിട്ട് വരും. ഓക്കെ, ഒരു മാസത്തിനുള്ളിൽ ആൾക്കാർ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും, ഇപ്പോൾ മുഖത്തൊരു പ്രത്യേക തിളക്കം ഉണ്ടല്ലോ, ഒരു ഗ്ലോ ഉണ്ടല്ലോ, എന്തൊക്കെയോ മാറിയിട്ടുണ്ടല്ലോ, ഭയങ്കര പോസിറ്റീവായി നോക്കുക. അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ തോന്നും അവർക്ക്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ഓറയാണ്. ആൾക്കാർ നമ്മളോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അത് ബിസിനസ്സിലും ബാധകമാണ്. നമ്മൾ പോസിറ്റീവ് ഓറയാവുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മളൊരു വേറൊരു തലത്തിലാണ് വൈബ്രേറ്റ് ചെയ്യണം. നമ്മുടെ എനർജി ഭയങ്കര പോസിറ്റീവ് ആകുമ്പോൾ ആൾക്കാർ നമ്മളിലോട്ട് ആകർഷിക്കപ്പെടും. ഓക്കെ, അവർക്ക് നമ്മളോട് ബിസിനസ് ചെയ്യണം, ഓക്കെ, നമ്മുടെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അതാണ് ഈ ഓഥർ പറയുന്നത്. അപ്പോൾ ഇനിയും എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മിറക്കിൾസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, സോ ഇസ് യുവർ ലൈഫ് മാജിക്കൽ? യു ക്യാൻ tell right now how much you have actually used gratitude in your life. Just take a look at all the major areas in your life: money, health, happiness, career, home, relationships. The areas of your life that are abundant, are wonderful, are where you have used gratitude and are experiencing magic as a result. Any areas that are not abundant and wonderful are due to a lack of gratitude. It's a simple fact. When you're not grateful, you cannot receive more in return. You've stopped the magic from continuing in your life. When you're not grateful, you stop the flow of better health, better relation, more joy, more money, and the advancement of your job, career, or business. To receive, you have to give. It is the law. Gratitude is giving thanks, and without it, you cut yourself off from the magic and from receiving everything you want in life. Okay, so remember, whoever does not have gratitude, even what he or she will have, will be taken from him or her. The magic formula: knowledge is a treasure, but practice is a key to it. Okay, അപ്പോൾ ഇതിൽ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഏതൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ആരോഗ്യം വളരെ മെച്ചമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടത്ര നന്ദി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ നിങ്ങളുടെ ബോഡി ഓർഗൻസ്, കണ്ണ്, കൈ, ഓൾ ദ സെൻസസ്, അതിനെല്ലാം നിങ്ങൾ നന്ദി കൊടുത്തിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങളുടെ ഹെൽത്ത് ഇന്ന് ബെറ്റർ ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ ഹെൽത്ത് ബെറ്ററായി. ഇനിയിപ്പോൾ പൈസയുടെ സാമ്പത്തിക സ്ഥിതി നോക്കുക. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമല്ല, നിങ്ങൾക്ക് കുറേ കടങ്ങളും ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ക്രിട്ടിസൈസിങ് മോഡിലാണ്. മണി എനർജി നിങ്ങളുടെ ഭയങ്കര ലോ ആണ്. മണിയെക്കുറിച്ച് എപ്പോഴും നിങ്ങൾക്ക് വേവലാതിയാണ്. എന്തെങ്കിലും പ്രൈസ് റൈസ് ഉണ്ടെങ്കിൽ, വിലക്കയറ്റം ഉണ്ടെങ്കിൽ, അയ്യോ കണ്ടു, എന്തൊരു വിലക്കയറ്റമാണ്, എന്തൊരു എക്സ്പെൻസീവാണ്, എന്തൊരു ചിലവാണ്, പൈസ കയ്യിൽ നിൽക്കണേ ഇല്ല. അങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു സോണിലാണ് നിങ്ങളുടെ പൈസയായിട്ട് നിങ്ങളുടെ ഇക്വേഷൻ, നിങ്ങളുടെ റിലേഷൻ. അത് കാരണമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തത്. അപ്പോൾ അത് ഇന്ന് ഓവർടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള പൈസയ്ക്ക്, അതൊക്കെ നിങ്ങളുടെ പേഴ്സിൽ 10 ഉറുപ്പ്യാണെങ്കിൽ 10 ഉറുപ്പ്യക്ക് നന്ദി പറയാം. മണി പ്രാക്ടീസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. പക്ഷേ ഇന്ന് ഞാൻ പറയുകയാണ്, ഇന്ന് തൊട്ടിട്ട് അറ്റ്ലീസ്റ്റ് മണി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, അത് പൈസ കൊണ്ടല്ലേ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് നന്ദി പറയാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും
അപ്പോൾ നിങ്ങൾ ഇതൊരു ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കൂടെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഉണ്ട്, ഫോണുണ്ട്, അത് നിങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് നന്ദി പറയുക. അപ്പോൾ ഉള്ളതിന് എന്തൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് അതിനൊക്കെ നന്ദി പറയുക. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങൾക്ക് നല്ല ഗുണനിലവാരം ഉണ്ടാവും, നല്ല മെച്ചം ഉണ്ടാവും. അതേപോലെ തന്നെ റിലേഷൻസ് ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെയൊക്കെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ട്സ്, കലീഗ്സ്, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, അവർ എപ്പോഴും അവരെക്കുറിച്ച് നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻസ് ഒരിക്കലും മെച്ചപ്പെടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ റിലേഷൻസിലാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വേണ്ടത്, നിങ്ങൾക്ക് സന്തോഷമായ സ്നേഹപൂർവ്വമായ സുഹൃത്ത് ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം ഒക്കെ, കുടുംബത്തിനോടുള്ള ബന്ധങ്ങളൊക്കെ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എപ്പോഴും നന്ദി പറയുക, അവർക്ക് ബ്ലെസ് ചെയ്യുക, അവരെക്കുറിച്ച് എപ്പോഴും നല്ലത് ചിന്തിക്കുക. അപ്പോൾ അത് ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഓക്കെ, അവരെന്തോ ചെയ്തോട്ടെ, എന്തോ പറഞ്ഞോട്ടെ, അതൊക്കെ പോർക്കുക, അതൊക്കെ മറക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയുക. ഓക്കെ, ഒന്നുമില്ലെങ്കിലും അവരുടെ തനി സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് നന്ദി, നമുക്ക് ഇനിയൊരു ചതിക്കുഴിയിൽ പെടാത്തതിന് നന്ദി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഏരിയസിലൊക്കെ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി കാണും. ഓക്കെ, ജോലിയാണെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല, സാലറി വർധനവ് ഉണ്ടാവുന്നില്ല, എപ്പോഴും ഭാരമാണ്, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോലിയെക്കുറിച്ചും ബോസിനെക്കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ, എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്ക് ലൈഫ് സന്തോഷകരമായിരിക്കില്ല. അപ്പോൾ വർക്ക് ലൈഫിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. ആ ഒരു ജോലി ഉള്ളത് കാരണമാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതും നിങ്ങളുടെ കുടുംബത്തിനുള്ള ചിലവ് നോക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതും. അതെങ്കിലും ആലോചിച്ച് നന്ദി പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ കാതുകൂടെ കേട്ട് ആ കാതുകൂടെ വിടുക അല്ല വേണ്ടത്. ഇന്ന് തൊട്ടിട്ട് നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, എങ്കിലും മാത്രമേ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ദിവസത്തിൽ 8 മണിക്കൂറെങ്കിലും നന്ദി പറയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് ഒരു ഭാഗത്ത് ഇരുന്ന് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ 75% ഓഫ് ദ ഡേ അല്ലെങ്കിൽ 50% ഓഫ് ദ ഡേയിലെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നന്ദിയിലാണെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് കുറേ കൂടെ അവസരങ്ങൾ തരും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാൻ. അതായത് നമുക്ക് ഗിഫ്റ്റ്സ് വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് പ്രോസ്പെരിറ്റി വന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സ്നേഹബന്ധങ്ങളായിരിക്കും. ഓക്കെ, സന്തോഷത്തിൻ്റെ ബന്ധങ്ങളായിരിക്കും. അപ്പോൾ ബ്രിങ്ങിങ് ഫോർത്ത് മാജിക് ഫ്രം ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്സ് ഇൻ ദ സെയിം വേ. ഫസ്റ്റ് യു മസ്റ്റ് സേ ദ മാജിക് വേർഡ്സ് താങ്ക് യു. ഓക്കെ, I cannot begin to tell you how important the words thank you are for your life. To live in gratitude, to experience the magic in your life, thank you must become the 2 words you deliberately say and feel more than any other word. Okay? നിങ്ങളുടെ സോറിയെക്കാട്ടിലും നിങ്ങളുടെ പ്രാർത്ഥനകളെക്കാട്ടിലും എല്ലാത്തിനെക്കാട്ടിലും താങ്ക് യു. ഈവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതിനെക്കാട്ടിലും. ഓക്കെ, എനിക്കൊരു നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വേണം, നല്ല ഭാര്യ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ താങ്ക് യു എനിക്ക് തന്നിരിക്കുന്ന ഓരോ ബ്ലെസ്സിങ്ങിനും, ഓക്കെ, എനിക്ക് തന്നിരിക്കുന്ന ഓരോ എക്സ്പീരിയൻസസിനും നന്ദി. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. The need to become your identity. Thank you is a bridge from you are now to the life of your dreams. ഓക്കെ, അപ്പം താങ്ക് യു ആണ് ആ പാലം. നിങ്ങളിപ്പോൾ എവിടെയാണോ എത്താൻ ഉദ്ദേശിക്കുന്നത്, ഈ താങ്ക് യുവിൻ്റെ പാലം എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രയും വേഗം നിങ്ങൾ അക്കരയിൽ എത്തും, അതായത് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ എത്തും. ദ മാജിക് ഫോർമുല: deliberately think and say the magic words thank you. The more deliberately think and say the magic words thank you, the more gratitude you feel. The more gratitude you deliberately think and feel, the more abundance you receive. Okay? അപ്പോൾ അത് നമ്മൾ സെൽഫിഷായിട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുകയല്ല, പക്ഷെ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കൊടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? ഓക്കെ, സോ ഗിവ് ആൻഡ് റിസീവ് അല്ലെങ്കിൽ യു ടേക്ക് ആൻഡ് റിസീവ്, അതാണ് പറയുക. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുക. ഫുൾ ഡേ ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങൾ സോക്കിൻ ചെയ്യുക, നിങ്ങൾ മുങ്ങിക്കുളിക്കുക. ഓക്കെ, നന്ദിയുടെ ഒരു കുളമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മുങ്ങിക്കുളിക്കുക. നിങ്ങൾ ഇതുവരെ റിസീവ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കണം. ഓക്കെ,
അത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഫീലിംഗ്. അപ്പോൾ വെറുതെ മെക്കാനിക്കലി താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് തന്നു നമ്മൾ താങ്ക് യു അല്ല, നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫീലിങ്ങോട് കൂടെ വേണം നമുക്ക് പറയാൻ. ഓക്കെ ഓക്കെ അന്ന് ഭയങ്കര വെള്ളം താഴ്ച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേനൽക്കാലത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് എനിക്ക് ഒരു കുപ്പി വെള്ളം കിട്ടി. ഓക്കെ അവൾക്ക് അത് തരാൻ തോന്നിയല്ലോ. എൻ്റെ തൊണ്ട പരലുമായിരുന്നു, എനിക്ക് തല കറങ്ങണ പോലെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ആ ഗ്ലാസ് വെള്ളം കിട്ടിയത്. അതിന് നന്ദി നന്ദി നന്ദി. ഓക്കെ, ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. അപ്പോൾ അതിന് എത്രത്തോളം എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പോഴേ അത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. ഓക്കെ, എന്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? വെറുതെ താങ്ക് യു പറയല്ല, എന്താണ് അതിന് കാരണം, എന്ത് സംഭവിച്ചു അത് കിട്ടിയതുകൊണ്ട്. ഓക്കെ, അതിനൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദി പറയുക. ഇന്നലെയും പറഞ്ഞു, ന്യൂട്ടൺസ് ലോ ഇസ് 1 for 1. What you give, you receive equally. That means that if you increase your feeling of gratitude, the result in your life will expand to be equal to your feeling. The truer the feeling, the more sincerely grateful you are, the faster your life will change. Okay, അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണ്. 3rd ചാപ്റ്ററാണ് മാജിക്കൽ ബുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാണുന്നുണ്ടോ, ഒരു റൂമുണ്ട്. അവിടെ ഒരു സ്പാർക്ലിംഗ് ഡസ്റ്റ് പോലെ ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ കാണാം, ഗ്ലോബ്, ബുക്സ്, ബെഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് മാജിക്കൽ ബുക്ക്. ആസ് വി എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് വി മസ്റ്റ് നെവർ ഫോർഗെറ്റ് ദാറ്റ് ദ ഹയസ്റ്റ് അപ്രീസിയേഷൻ ഇസ് നോട്ട് ടു അട്ടർ വേർഡ്സ് ബട്ട് ടു ലിവ് ബൈ ദം. ഇത് ജോൺ എഫ് കെനഡി 35th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ ഹയസ്റ്റ് അപ്രീസിയേഷൻ വെറുതെ പറയുന്നത് കൊണ്ട് മാത്രമായില്ല, അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ആ നന്ദി പ്രകടനം ഉണ്ടാവണം, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. ഓക്കെ, സോ ഇൻ ദിസ് ബുക്ക് there are 28 magical practices that have been specifically designed so that you learn how to use gratitude's magical power to revolutionize your health, money, job and relations. അപ്പോൾ ഈ ലെസണിൽ പറയുന്നത് ഈ ബുക്കിൽ എന്താണ് അതിൻ്റെ കോണ്ടൻ്റ് ആണ് ബ്രീഫ്ലി പറയുന്നത്. അതായത് 28 മാജിക്കൽ പ്രാക്ടീസസ് ഉണ്ട് എല്ലാ ഏരിയാസിലും. ഓക്കെ, ഹെൽത്ത് ആയാലും മണി, ജോബ്, റിലേഷൻസ് ആയാലും. ഓക്കെ, അപ്പോൾ you will be captivated while you read this life-changing knowledge, but without practicing what you learn, the knowledge will slip through your fingers and the opportunity that you attracted to easily change your life will be gone. To ensure this does not happen to you, you need to practice gratitude over 28 days so that you impregnate your cells and your subconscious mind with it. Only then it will change your life permanently. അപ്പോൾ നമ്മളൊരു ടെമ്പററി ക്വിക്ക് ഫിക്സ് അല്ല നോക്കുന്നത്. ഒരാഴ്ച നമുക്ക് സന്തോഷിച്ചിരുന്നാൽ മതിയോ, പിന്നെ ഫുൾ ദുരിതം. സോ ഇത് ജീവിതം ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറയുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഷിഫ്റ്റ് എങ്ങനെ സംഭവിക്കും നമുക്ക് അനുഭവിച്ചറിയാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ പഠിച്ചത് 28 ദിവസം മാത്രമല്ല, ത്രൂ ഔട്ട് യുവർ ലൈഫ് യു ഹാവ് ടു പ്രാക്ടീസ്. Okay, and they are designed to be completed over 28 consecutive days. This allows you to make gratitude a habit and new way of life. അപ്പോൾ നമ്മളൊരു ന്യൂ വേ, നമ്മളൊരു പുതിയ ന്യൂറൽ പാത്വേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ബ്രെയിനിൽ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പാത്വേ. ഓക്കെ, അതായത് ഒരു പൈപ്പ് ഇടുകയാണ് നമ്മൾ. ഇതുവരെ ഒരു നൂലിൻ്റെ തിക്നെസ് ആയിരുന്നു ആ പൈപ്പ്. ഓക്കെ, ഇനി ആ പൈപ്പിനെ നമുക്ക് വലിയ വാട്ടർ ഫ്ലോ ഉള്ള ടാങ്കറിന് വരുന്ന പൈപ്പ്സൊക്കെ ഇല്ലേ, അതുപോലെ ഒരു തിക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടൊരു പൈപ്പ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു പൈപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഈ 28 days. അപ്പോൾ ഈ ഓഥറിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു റോണ്ട ബൈറൺ ഫോർ റൈറ്റിംഗ് ദിസ് മാജിക്കൽ ബുക്ക്. അപ്പോൾ ഈ ഓഥറിന് വെറുതെ പറഞ്ഞാൽ പോരെ എല്ലാ ദിവസവും എണീറ്റ് നന്ദി പറയണം. എന്തിനാണ് ഇത്രയും, അതായത് ഒരു 250 pages ഉള്ള ബുക്ക് എഴുതേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ എല്ലാ ഏരിയാസിലും. അത് കുറേ എക്സാമ്പിൾസിൽ കൂടെ, കുറേ ടെക്നീക്സിൽ കൂടെ, ഓരോ ഏരിയയിലും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓഥർ പറയുന്നത്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും അവരുടെ സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും. അപ്പോൾ ഫസ്റ്റ് 12 practices use the magical power of gratitude for what you have now and for what you have received in the past. അപ്പോൾ പ്രസൻറ്റും പാസ്റ്റും ആണ് ആദ്യത്തെ 12 practices ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് അൺലെസ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് ആൻഡ് വാട്ട് യു ഹവ് റിസീവ്ഡ്, ദ മാജിക് വോണ്ട് വർക്ക് ആൻഡ് യു വോണ്ട് റിസീവ് മോർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രസൻറ്റിലുള്ളതും പാസ്റ്റിലുള്ള നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എങ്കിലും മാത്രമേ നമുക്കിനി വരാൻ കൂടുതൽ കിട്ടുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് 12 practices will set the magic of gratitude into motion immediately. അപ്പോൾ നിങ്ങളുടെ ആ മൊമെൻറ്റം
ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 12 ദിവസം. പിന്നെ the next 10 practices use the magical power of gratitude for your desire, dream, everything you want. Through these 10 practices, you will be able to make your dreams come true and you will see the circumstances of your life magically change. അപ്പോൾ അടുത്ത 10 പ്രാക്ടീസസ് നിങ്ങളുടെ ഫ്യൂച്ചറിന്, അതായത് ഡിസയർ, ഗോൾസ്, ഡ്രീംസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ളത് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ്. And the last 6 practices take you to the whole new level where you will be saturating gratitude into every cell of your body and mind. You will learn how to use gratitude's magical power to help other people, resolve problems, improve any negative situation or circumstance you may encounter throughout your life. പിന്നെ ലാസ്റ്റ് 6 പ്രാക്ടീസസ് മാജിക്കലി ചേഞ്ച് ചെയ്യാനാണ് നിങ്ങളുടെ ലൈഫ്. അതായത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, ഈവൻ നിങ്ങളുടെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് റിസോൾവ് ചെയ്യാൻ അത്രയും പവർഫുള്ളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ്. സോ യു ഡോണ്ട് നീഡ് ടു ക്ലിയർ യുവർ കലണ്ടർ ബിക്കോസ് each of the practices has been specifically created to fit into your everyday life, whether it's work day, weekend, holiday, vacation. Gratitude is portable. You take it wherever you go and then wherever you go the magic happens. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പറയേണ്ട ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഈ വീഡിയോ കേൾക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാൻ. പക്ഷേ ഓഥർ പറയുന്നത് ഇതിനു വേണ്ടി ഈ ടെക്നീക്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടൈം കാണുക, രാവിലെ നേരത്തെ എണീറ്റ് തന്നെ ചെയ്യണം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിലും ശരി, വെക്കേഷൻ ആണെങ്കിലും ശരി, നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ശരി, അപ്പോൾ യാതൊരു എക്സ്ക്യൂസും ഇല്ല അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ. ഓക്കെ, ഇറ്റ് ഈസ് പോർട്ടബിൾ. നിങ്ങൾ എവിടെ പോകുന്നോ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് മാജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാജിക്ക് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ സം പ്രാക്ടീസസ് ആർ ഡിസൈൻ ഫോർ ദ മോർണിംഗ് ആൻഡ് അതേഴ്സ് ആർ ഡിസൈൻ ടു ഡു ത്രൂ ഔട്ട് ദ ഡേ. So each day's practice the first thing in the morning. Some practices will need to be read the night before because they begin as soon as you wake up. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഐഡിയലി രാവിലെ തൊട്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഡേ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ അടുത്ത ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് കിടക്കുക. അതായത് അടുത്ത ചാപ്റ്ററിൽ എന്തെങ്കിലും സാധനങ്ങൾ കരുതി വെക്കാനുണ്ടെങ്കിലോ, കാരണം ഇപ്പോൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഫോട്ടോ ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ടൈമായിട്ട് രാത്രി തന്നെ റെഡി ആയിട്ടിരിക്കുക, പ്രിപ്പയർ ചെയ്യാനിരിക്കുക. കാരണം ചില പ്രാക്ടീസസ് രാവിലെ എണീറ്റത് മുതൽ നമ്മുടെ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്ട്രക്ചർ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 28 days you can keep practicing. Okay, continue the practice of gratitude. You can open this book at random. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഏത് ഏരിയയിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ആഫ്റ്റർ 28 days. ഓക്കെ, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി ഇതെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒഫീഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നാളെ തൊട്ട് തുടങ്ങും. അതിന് മുന്നേ ആയിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക, പെൻ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ മറ്റേ. ഓക്കെ, വാട്ട് ആർ യുവർ ഡ്രീംസ്? തിങ്ക് ത്രൂ എവറി ഡീറ്റെയിൽ ഓഫ് വാട്ട് യു വോണ്ട് ടു ബി, ഡു ഓർ ഹാവ്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നേടേണ്ടത്. ഓക്കെ, ഇതെല്ലാം റിലേഷൻഷിപ്പ്, കരിയർ, ഫൈനാൻസ്, ഹെൽത്ത്, എവറി ഏരിയ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. യു ക്യാൻ ബി ആസ് സ്പെസിഫിക് ആൻഡ് ഡീറ്റെയിൽഡ് ആസ് യു ലൈക്ക്. But remember, your job is simply to list what you want, not how you're going to get what you want. The how will be done for you when gratitude works its magic. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഞാനിത് നേടും എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്ത വ്യക്തിയാണ്, പക്ഷേ അവർ പറയുകയാണ് എനിക്ക് മാസത്തിൽ 50,000 രൂപ സാലറി, എങ്ങനെയെന്നുള്ളൊരു ചോദ്യം വരും അല്ലേ. ആ എങ്ങനെയെന്നുള്ളത് നിങ്ങളുടെ സൃഷ്ടാവിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് വിടുക, അതിനുള്ള വഴി തുറന്നു വരും. പക്ഷെ നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി വേണം. എനിക്ക് കുറേ പൈസ വേണം, എന്താണ് ഈ കുറേ? ഓക്കെ, അപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് 1 ലക്ഷം കുറയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി 1 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷം കുറയാണ്. ഓക്കെ, ഒരു 10 ലക്ഷം ഉള്ളവർക്ക് 1 കോടി കുറയാണ്. അപ്പോൾ ഇങ്ങനെ റിലേറ്റീവായിട്ട് അല്ല, നിങ്ങൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എത്ര പൈസ വേണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ വീട് വേണം, ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. നമ്മുടെ ഒരു ബ്ലൂ പ്രിൻറ്റ് വരയ്ക്കില്ലേ, കോൺട്രാക്ടറിൻ്റെ അടുത്ത് പറയുമോ എങ്ങനെ വേണമെങ്കിലും എനിക്കൊരു വീട് വേണം, എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കോ, നമ്മളൊരിക്കലും പറയില്ല അല്ലേ. അതേപോലെ നമ്മുടെ ജീവിതത്തെ ഇവിടെ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിനുള്ള ക്ലാരിറ്റി വേണം. അത് എഴുതിയാൽ മാത്രമേ വരുള്ളൂ, വെറുതെ മനസ്സിൽ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ
കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ലിസ്റ്റ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, അത് അല്ലെങ്കിൽ ഗോൾ ലിസ്റ്റ്, അത് നിങ്ങളുടെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ വേണം. ഓക്കെ, സോ ഇഫ് യു വാണ്ട് എ ബെറ്റർ ജോബ്, എങ്ങനത്തെ ജോബാണ് നിങ്ങൾക്ക് വേണ്ടത്, എവിടെ ആയിരിക്കണം, ഏത് സിറ്റിയിലായിരിക്കണം, ഏത് ഫീൽഡിലാണ്, ഏത് ഇൻഡസ്ട്രിയിലാണ്, ഓക്കെ, എങ്ങനത്തെ കലീഗ്സ് ആയിരിക്കണം, എന്താണ് ജോബിൻ്റെ ടൈമിങ്സ്, ഓക്കെ, എന്താണ് ആ ജോബിൽ റോൾ, അതൊക്കെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഏത് കമ്പനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണം, എങ്ങനത്തെ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട് ഇൻ ദ ജോബ് ബൈ തിങ്കിങ് ത്രൂ ഇറ്റ്. Okay, if you want money to educate your children, work out the details of their education. Okay, which school they want to attend, the cost of the school fees, books, food, clothing, transportation, so that you know exactly how much money you will need. ഓക്കെ, അപ്പോൾ ഈ 1,00,000 വേണം, ആ 1,00,000 നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി വേണം. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾ നല്ല സ്കൂളിൽ ചേർത്തണം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? എത്ര നല്ല സ്കൂള്, ഏത് സ്കൂള്, ഓക്കെ, എവിടെയാണ് സ്കൂള്, അതിൻ്റെയൊക്കെ ക്ലാരിറ്റി വേണം. ഇഫ് യു വോണ്ട് ടു ട്രാവൽ, ഇപ്പം നമ്മുടെ ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് പറയണം ഞാനൊരു വെക്കേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് നല്ല ഡീല് തരൂ, ഏതാണ് സ്ഥലം എന്ന് പറയുന്നില്ല, അയാൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് ക്ലാരിറ്റി വേണം. നിങ്ങളുടെ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അതുപോലെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് എഴുതുക. എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻ മാറ്റുക. ഓക്കെ, ഡോണ്ട് ആസ്ക് ഹൗ, ജസ്റ്റ് അലൗ. അതാണ് മാജിക് ഫോർമുല. ഓക്കെ, യു ആർ അലൗവിങ് ദ ഗോഡ്, ദ ക്രിയേറ്റർ ടു വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു ടു ഓപ്പൺ അപ്പ്. ഓക്കെ, ഇഫ് യു വാണ്ട് എ പെർഫെക്റ്റ് പാർട്ട്ണർ, എങ്ങനത്തെ പാർട്ട്ണർ ആയിരിക്കണം? പല സമയത്ത് ഞാനത് കേട്ടിട്ടുണ്ട്, എങ്ങനത്തെ ജീവിത പങ്കാളിയാണോ വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഗേൾസിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് വെച്ചോ, ഓക്കെ, അയാൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് വേണ്ടാത്തത്, അതിലാണ് ഫുൾ ഫോക്കസ്. ഓക്കെ, അപ്പോൾ എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ ഇനി പറഞ്ഞു തുടങ്ങേണ്ടത്. എനിക്ക് ഇങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്, അല്ലാതെ എനിക്ക് ഇങ്ങനെ നരകിക്കാൻ വയ്യ, എനിക്കിത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്ക് ഈ ചെറിയ വീട്ടിലിരിക്കേണ്ട, അങ്ങനെയല്ല പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചുള്ള ഐഡിയൽ ക്വാളിറ്റീസ്, എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം, എങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളായിരിക്കണം, എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കണം, ഓക്കെ, അത് മുഴുവൻ എഴുതുക. അതേപോലെ തന്നെ ഹെൽത്തിലും, ഓക്കെ, എനിക്ക് ഈ അസുഖം വേണ്ട എന്നല്ല ഒരിക്കലും എഴുതുക. എനിക്ക് ഷുഗർ പാടില്ല, എനിക്ക് BP പാടില്ല എന്നല്ല, എനിക്ക് എത്രത്തോളം എന്തായിരിക്കണം എൻ്റെ ബോഡി വെയ്റ്റ്, എന്തായിരിക്കണം എൻ്റെ ഷുഗർ ലെവൽസ്, ഓക്കെ, അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ അത് എഴുതുക. ഓക്കെ, എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ യാതൊരു പ്രയാസം തോന്നാൻ പാടില്ല. ഓക്കെ, എനിക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റണം ദിവസം മുഴുവൻ, എനിക്ക് ബ്രീതിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം, അങ്ങനെ ഒരു. ഓക്കെ, അതേപോലെ തന്നെ മെറ്റീരിയൽ തിങ്സ്, നിങ്ങളൊരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ലോത്ത്സ് അല്ലെങ്കിൽ ജ്വല്ലറി എന്ത് വേണമെങ്കിലും അതൊക്കെ എഴുതുക. ഓക്കെ, ഇഫ് യു വോണ്ട് ടു അച്ചീവ് സംതിങ്, ഇനി നിങ്ങൾക്ക് വല്ല ഹോബി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണം, അല്ലെങ്കിൽ ഡ്രോയിങ് ക്ലാസ്, ഗാർഡനിങ്, എന്താണ് നിങ്ങൾ ഓക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം, അതിനെക്കുറിച്ച് എഴുതുക, ഹോബീസിനെ കുറിച്ചിട്ട്. അപ്പോൾ you find time to maintain a list of your dreams throughout your life. Write down the little things, big things, what you want this moment, this month, year. ഇതിനെക്കുറിച്ച് ഒന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസും വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഡ്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫുൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ എനിക്ക് US ഹോളിഡേ വേണോ, യൂറോപ്പ് ഹോളിഡേ വേണോ, എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എഴുതുക. ഓക്കെ, കാരണം പ്രപഞ്ചത്തിന് അറിയണമല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. പലരും പല ഗോൾസും അച്ചീവ് ചെയ്യാത്തത് കാരണം അവർക്കൊരു ഡ്രീമിൽ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താ വേണ്ടതെന്ന്. അതുകൊണ്ടാണ് പലരും ഈ 30s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു സ്റ്റക്ക് ഫീലിംഗ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു കൺഫ്യൂഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ആഗ്രഹിച്ചിരുന്ന ജോലി കിട്ടി, അതിലിങ്ങനെ പോകുന്നു, ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഡ്രീം ചെയ്യാനുള്ള ദിവസമാണ്. ഓക്കെ, നിങ്ങൾ ഫുൾ നിങ്ങളുടെ ഫ്രീഡം എടുത്തിട്ട് സ്വപ്നം കാണുക. ആരും അതിന് യാതൊരു എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സ്വപ്നം കാണാൻ പാടില്ല എന്നൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫുൾ ഫ്രീഡം എടുത്തിട്ട് നിങ്ങൾക്ക് ഉള്ള ആഗ്രഹങ്ങൾ മുഴുവൻ ഡ്രീം ചെയ്യാം. ഓക്കെ, ഗോൾസ് എങ്ങനെയെന്നുള്ള ചോദ്യം വേണ്ട ഇവിടെ. സോ വെൻ യു ഗെറ്റ് ക്ലിയർ അബൌട്ട് ദ തിങ്സ് യു വാണ്ട്, യു ആർ ഗിവിങ് എ ഡെഫിനറ്റ് ഡയറക്ഷൻ ടു ദ വേ യു വാണ്ട് gratitude's magical power to change your life, and you're ready to begin the most exciting
ത്രില്ലിംഗ് അഡ്വെഞ്ചർ യുവർ എവർ ബീൻ ഓൺ. അപ്പോൾ ഫാസൻ യുവർ സീറ്റ് ബെൽറ്റ്സ്. നമ്മൾ നാളെ തൊട്ടിട്ട് ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോവാണ്. നാളത്തെ ലെസൺ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പോകുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ ലെസണിൽ കാണാം. അപ്പോൾ ഇന്നും ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് 2 ടാസ്ക് ഉണ്ട്. ത്രൂ ഔട്ട് ദ ഡേ കീപ് സെയിങ് താങ്ക് യു. നിങ്ങൾ ഓർത്തോർത്തിട്ട് ഓരോ കാര്യത്തിനും ഫീലിങ്ങോട് കൂടെ പറയുക, മെക്കാനിക്കലി റോബോട്ടിക് ആയിട്ടല്ല പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, കുറച്ച് നേരം എടുത്തിട്ട് ഒരു ബുക്ക്, ഒരു പുതിയ ഡയറിയൊക്കെ എടുക്കുക, പെണ്ണെടുക്കുക, അതിൽ നിങ്ങളുടെ ഡ്രീംസ് എഴുതുക. ഓക്കെ, എല്ലാ ഏരിയാസ് ഓഫ് ലൈഫും, നിങ്ങളുടെ ട്രാവൽ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്ര വേണം, അതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതുക. ഓക്കെ, അതിൽ യാതൊരു ചമ്മലും വിചാരിക്കാനില്ല. ആർക്കും കാണിച്ചു കൊടുക്കേണ്ട, ആർക്കും ഡിസ്കസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ചിരിക്കുക എന്നുള്ള ഒരു വിചാരമൊന്നും വേണ്ട. നമ്മളെല്ലാവരും ഇവിടെ ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും വേണ്ടി വന്നിരിക്കുകയാണ്. അതുമാണ് നമുക്ക് ഡ്രീം ചെയ്യാനുള്ള കഴിവുണ്ട്. വേറെ ഒരു എന്താ പറയുക, വേറെ ഒരു ജീവനും ഇല്ലാത്തൊരു കഴിവാണ് മനുഷ്യന്മാർക്കുള്ളത്. ഡ്രീം ചെയ്യുക, ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ ഇതിനൊരു ലൈക്ക് കൊടുക്കുക ഈ വീഡിയോയിൽ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ എഴുതുക മൈ ഡ്രീം ലൈഫ് എന്നോ, അല്ലെങ്കിൽ ടുഡേസ് ടാസ്ക് ഡൺ എന്നോ, ടാസ്ക് ഡൺ, ആക്ടിവിറ്റി ഡൺ. അത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ കേട്ടിട്ടിരിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇൻട്രാക്റ്റീവ് ആവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജേണി, നിങ്ങൾ ഒരു പുതിയ ജേണി തുടങ്ങിയിരിക്കുകയാണല്ലോ, ആ ജേണിയിൽ കൂടുതൽ ആൾക്കാരെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അത് ഷെയർ ചെയ്യുക, മാക്സിമം ബെനിഫിറ്റ് കൊടുക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ വല്ല മാറ്റം വരികയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് നന്ദി പറയും, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തരും, നിങ്ങൾക്ക് അവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. എസ്പെഷ്യലി ആർക്കെങ്കിലും ജോലിയില്ലാതിരിക്കണം, ജോലിയിൽ സ്ട്രഗിളാണ്, പൈസ ഇല്ലാതിരിക്കണം, അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, അവർക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു. Have a good day. Bye-bye.